ഞാൻ ചെറുപ്പത്തില് അനിയമ്മ എന്റെ ജിംനാസ്യത്തില് ബെഞ്ച് പ്രസ് എടുക്കാറുണ്ട്. ശ്രീകുട്ട, നീ എസ് പി സാറ് സെക്യൂരിറ്റി കൂടി കാർ തള്ളു. അവരുടെ കാർ കേടായെന്നാ തോന്നുന്നത്. നമുക്കിന്ന് സഹായിക്കാം. വാ, വേഗം വാ. ഓക്കേടാ, സോറി. കൊക്ക കൊണ്ടൊന്ന് ഇവിടെ കൊണ്ട് ഒളിച്ചു വെച്ചത്. എടാ, കുന്നിനെ നിറയെ കൊണ്ട് ചാടാൻ കാർ തള്ളോടാ. നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ കുന്നിന്റെ മുകളിൽ നിന്ന് ചാടാൻ പോവാണെന്ന് ഇവന്മാർക്ക് തോന്നാതിരുന്നത്. ഇല്ലെങ്കിൽ നമ്മളീ കൊക്കയിലേക്ക് തള്ളിയിട്ട് ഇവന്മാര് കൊന്നാനെ. അപ്പൊ ഇവന്മാരെ രണ്ടുപേരെയും ഇവിടെ തന്നെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോ? എങ്കിലും ഇതിലും ഭേദം ബോംബ് കൊണ്ട് വെക്കുന്നതാ. അപ്പൊ പിന്നെ ഒരു പ്രാവശ്യമല്ലേ പൊട്ടുള്ളൂ. താൻ എന്റെ ആരാ? എന്താന്ന്? താൻ എന്റെ ആരാണെന്ന്. തീയല്ലേ? അല്ലാതെ അമ്മായിച്ചനൊന്നുമല്ലോ. അധികാരം കാണിക്കാണ്ട് അവർക്ക് പോയി മുറി കാണിച്ചു കൊടുക്ക്. എന്തിന്? അവർക്ക് പോയി മുറി കാണിച്ചു കൊടുക്കാൻ. പറഞ്ഞപ്പോരെ, എന്തിനു ദേഷ്യപ്പെടണേ? അറിയില്ല, ഇപ്പൊ അറിയില്ല. താൻ കുഴിച്ച കുഴിയിൽ വീണ. ഇത് വഴി കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത് ഏത് കഴിവറിയടാ? ദേ, ആ കാണുന്ന വീട്ടിൽ അവള് താമസിക്കുന്നത്. എന്തിനാ അപ്പുറത്തേക്ക് നോക്കണേ? ജനൽ തുറക്കാൻ നിങ്ങൾ ആരാ പറഞ്ഞേ? ഒരു കാരണവശാലും കർട്ടനുകൾ മാറ്റുകയോ ജനലുകൾ തുറന്നിടാനോ പാടില്ല. എന്താ? സ്മെല്ല് വരും. സ്മെല്ല്. എന്തോന്ന് സ്മെല്ല്? അപ്പുറത്തൊരു കക്കൂസ പൊട്ടി കിടക്കുക, അതിനകത്ത് സ്മെല്ല് ഇതിനകത്ത് ആരുമില്ല. കക്കൂസിന്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവനെ എപ്പോഴും ഒരു കക്കൂസ് അടുത്ത് വേണം. അതിനല്ലേ നീ കൂടെ ഉള്ളത്. പിന്നെ എന്തിനാ വേറെ കക്കൂസ്? ജനലുകൾ തുറന്നിടാൻ പാടില്ല. എന്റെ മുറിയുടെ ജനലുകൾ തുറന്നിടണോ അടച്ചിടണോ എന്നുള്ള ഞാൻ തീരുമാനിക്കും. ഇയാളുകളെ പാട്ട് പോയെ. ഈ വീട്ടിലെ ഏതൊക്കെ ജനലുകൾ തുറന്നിടണം അടച്ചിടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. എന്നാലും ജനലുകൾ തുറന്നിടാൻ താരങ്ങ് തീരുമാനിച്ചാ പോരെ? പ്രശ്നം എന്താ അവിടെ ബഹളം? അതെ, ഇവന് ജനല് തുറന്നിട്ടാലേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. ഇവന്റെ ഉദ്ദേശം അറിയാം. അത് ഞാൻ സമ്മതിക്കില്ല. എനിക്കെന്തോന്ന് വേറെ ഉദ്ദേശം? ഞാൻ താമസിക്കുന്ന മുറിയിൽ കാറ്റും വെളിച്ചം വേണം, അത്രേ ഉള്ളൂ. കാറ്റിന് ഫാൻ ഉണ്ട്, വെളിച്ചത്തിന് ലൈറ്റ് ഉണ്ട്, തണുപ്പിന് AC ഉണ്ട്. ജനല് തുറന്നിട്ടുള്ള കുളിരൊന്നും ഇവിടെ വേണ്ട. ജനല് തുറന്നിട്ടില്ലെങ്കിൽ മനുഷ്യൻ ശ്വാസം മുട്ടി ചത്തുപോവില്ലേ? ശ്വാസം മുട്ടി ചത്താലും ജനല് തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗുരുവേ, അവൻ ഇവിടെ താമസിക്കുന്നില്ല. ആ താഴത്തെ മുറി കൊണ്ട് കാണിച്ചു കൊടുക്കും. അത് വേണ്ട, ജനല് തുറക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം. വേണ്ട, നീ താഴത്തെ മുറി താമസിച്ചാൽ മതി. അവിടെ ആകുമ്പോൾ കാറ്റും വെളിച്ചോ കിട്ടും. സാരമില്ല, ഞാൻ ഇവിടെയുള്ള കാറ്റും വെളിച്ചവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്തെന്ന് റേഡിയോ? ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. റേഡിയാണോ TV ആണോ എന്നുള്ള വഴിയെ മനസ്സിലാവും. പെട്ടി നീ എടുക്കണ്ട, ഒരു കാരണവശാലും നീ പെട്ടി എടുക്കണ്ട. പെട്ടി ഞാൻ എടുത്തോളാം. പെട്ടി എടുത്തിട്ട് നിനക്കെന്നെ കൊല്ലാനല്ലേ? പോട്ടറേ. ഒരു ചെറിയ പൂച്ചക്കുട്ടി. ഇവിടുത്തെ അല്ലല്ലേ?